കരുണ ദൈവകരുണ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 651 ഖണ്ഡികയിൽ ഇങ്ങനെ നാം വായിക്കുന്നു: സ്നേഹമാകുന്ന ചെടിയുടെ പുഷ്പമാണ് കരുണ. ദൈവം സ്നേഹമാണ്, കരുണ അവിടുത്തെ സ്വഭാവവും. വീണ്ടും 949 ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണമാണ് ദൈവകരുണ. ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ആഴമേറിയതാണ് ദൈവകരുണ. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അളക്കാനാവാത്തതാണ് ദൈവകരുണ. ഇന്ന് ലോകമെമ്പാടും ദൈവകരുണയുടെ പ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്: ദൈവകരുണയുടെ ഭക്തി വേറിട്ട ഒരു ഭക്ത മാർഗമാണോ? കാലം ചെയ്ത ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ എഴുതി വച്ചു: മേഴ്സി ഈസ് ദ സെൻട്രൽ ന്യൂക്ലിയസ് ഓഫ് ഗോസ്പൽ മെസ്സേജ്. കരുണ എന്നത് സുവിശേഷത്തിൻ്റെ തന്നെ കേന്ദ്രബിന്ദുവാണ്. സുവിശേഷത്തിൻ്റെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ ദൈവകരുണയുടെ ആഴങ്ങളാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നാം വായിക്കുന്നത്. പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 16 തിരുവചനം: അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നാം എന്തായിരിക്കുന്നു അത് ദൈവ കരുണയാലാണ്. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ അസ്തിത്വത്തിലേക്ക് വിളിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ്. അവിടുത്തെ കരുണ അനന്തവും അഗ്രാഹ്യവുമാണ്. ദൈവകരുണയിൽ നമുക്ക് ശരണപ്പെടാം. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.